ായിട്ട് പറയാനില്ല. ഞാൻ ഗോപാലകൃഷ്ണൻ സാർ പറഞ്ഞതിൽ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി അത് അദ്ദേഹം പറയട്ടെ. അതായത് ഡൽഹിയിലെ പാർലമെന്റ്, അതുപോലെ തന്നെ പാലം, വിമാനത്താവളം, പിന്നെ സുപ്രീം കോടതി, ഇതൊക്കെ വഖഫ് ക്ലെയിം ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ എന്റെ ചോദ്യം, ഈ സ്ഥാപനങ്ങളൊക്കെ ഇപ്പോഴും കേന്ദ്ര ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ അതാത് അതോറിറ്റിയുടെ കൈകളിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്തിന് ചുമ്മാതെ വന്നൊരു വഖഫ് ബോർഡിന് ഇത് ഞങ്ങളുടെ ഭൂമിയാണ് എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും ക്ലെയിം ചെയ്ത് അങ്ങനെ ഭൂമിയൊക്കെ കിട്ടും എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ട് എങ്കിൽ അങ്ങനെയൊന്നും ഭൂമി കിട്ടത്തില്ല. അത് ക്ലെയിം ചെയ്യാൻ ഇപ്പൊ ഇന്ന പ്രദേശം ഇപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പം ഗോപാലകൃഷ്ണൻ സാർ താമസിക്കുന്ന സ്ഥലം വഖഫിന് വന്ന് ക്ലെയിം ചെയ്യാമല്ലോ, ആ ഭൂമി അങ്ങനെ കിട്ടും ആണെന്നുള്ളത്. അപ്പൊ അതൊന്നും അല്ല ഇതിൻ്റെ അകത്തെ എന്താ പറഞ്ഞ ഈ നിയമത്തിന്റെ ഒരു എന്ന് പറയുന്നു. അത് സത്യസന്ധമായി മുസ്ലിംസ് അള്ളാഹുവിന് സംഭാവന ചെയ്തിരിക്കുന്ന ഭൂമി, അവന്റെ ഓൺ ഭൂമി, അത് മാത്രമേ സംഭാവന ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഏതെങ്കിലും ട്രസ്റ്റിന് കൊടുത്തിരിക്കുന്നോ അതല്ല ഏതെങ്കിലും ബോർഡുകൾക്കോ അത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കോ കൊടുത്തിരിക്കുന്ന ഒന്നും അവർക്ക് അത് വഖഫ് ഭൂമി ആക്കാൻ പറ്റത്തില്ല. അപ്പൊ ആ കാര്യത്തെക്കുറിച്ച് വളരെ തെറ്റിദ്ധാരണാജനകമായ പ്രചരണങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് നടത്തുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിന് താങ്കൾക്കുള്ള മറുപടി എന്ത് എന്നുള്ളത് കേൾക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. പിന്നെ ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ നിയമത്തിന്റെ അകത്ത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. സ്റ്റേ ചെയ്തില്ലെങ്കിലും സ്റ്റേക്ക് തുല്യമായ ഒന്ന് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല. സ്റ്റാലിൻ ദേവൻ അങ്ങേക്ക് പറയാം. എനിക്ക് പറയാനുള്ളത്, ഇപ്പം സേനാപതി സാർ പറഞ്ഞ് ശരിയാണെന്നുണ്ടെങ്കിൽ 1950 നവംബർ മാസം 1-ാം തീയതി സിദ്ദിഖ് സേട്ടു ഒരു പ്രമാണം എഴുതുകയുണ്ടായി. അന്ന് ആമിന എന്ന് പറയുന്ന മൈനറായ ഒരു പെൺകുട്ടിക്ക് കൂടി അവകാശപ്പെട്ട വസ്തു ആയിരുന്നു ആ വസ്തുവെന്ന് റിക്കോർഡിക്കലി നിങ്ങൾ കോൺഗ്രസ് നേതാക്കന്മാരുടെ മുമ്പ് സ്ഥാപിക്കാൻ തയ്യാറാണ്. ആ നിമിഷം അതിനുശേഷം നിങ്ങൾ മുനമ്പം നിലയോടൊപ്പം നിൽക്കാൻ തയ്യാറാകുമോ? ആമിന എന്ന് പറയുന്ന 11 വയസ്സുകാരിയായ മൈനറായ പെൺകുട്ടിക്ക് കൂടി അവകാശപ്പെട്ട വസ്തുവിനെയാണ് സിദ്ദിഖ് സേട്ടു വഖഫ് ആക്കിയത്. പരിപൂർണ ഉടമസ്ഥാവകാശമുള്ള വസ്തുവിനെ മാത്രമേ മുസ്ലിം നിയമപ്രകാരം ഒരു വഖഫാക്കാൻ കഴിയൂ എന്നിരിക്കെ ഞാൻ റിക്കോർഡിക്കലി അത് തെളിയിക്കാൻ തയ്യാറാണ്. നിങ്ങളുടെ മുമ്പേയും മുസ്ലിം ലീഗ് നേതാക്കളോ ആരുടെ മുമ്പേയും തെളിയിക്കാൻ തയ്യാറാണ്. പ്ലീസ് ഗീവ് മി എ ചാൻസ്. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ അങ്ങേക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. മിസ്റ്റർ സ്റ്റാലിൻ പറഞ്ഞതിനോടൊന്ന് കൂട്ടിച്ചേർത്തുകൊണ്ട് പറയുകയാണ്, അന്ന് 1950 ഈ പ്രോപ്പർട്ടി കൈമാറുന്ന സമയത്ത് അത് വിൽക്കാമെന്നും അത് വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കാമെന്നും അതുമായി ബന്ധപ്പെട്ട പല സഹായങ്ങൾക്കും ചെയ്യാമെന്നും എല്ലാം അന്നത്തെ കണ്ടീഷൻസ്, പ്രധാനപ്പെട്ട 3 കണ്ടീഷൻസ് അതിൽ വെച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കണ്ടീഷൻസ് വെച്ചാൽ തന്നെ അത് ഡെഡിക്കേറ്റഡ് ടു അള്ളാഹ് അല്ല, അപ്പോൾ തന്നെ അത് വഖഫ് ഭൂമി അല്ല എന്ന് വ്യക്തമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, സേനാപതി വേണു, താങ്കൾ മനസ്സിലാക്കുക, നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ജനം ചാനൽ കണ്ടെത്തിയിട്ടുള്ള തമിഴ്നാട്ടിലെ തിരുച്ചന്തര ചന്ദ്രശേഖര ക്ഷേത്രമടക്കം ഈ ഇന്ത്യയിലെ ഇന്ത്യയിലെ എത്രയോ ക്ഷേത്രങ്ങൾ മുസ്ലിം ആധിപത്യം ഇവിടെ 10-ാം നൂറ്റാണ്ടിൽ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ബൗദ്ധക്ഷേത്രമടക്കം 3-ാം നൂറ്റാണ്ടിലെ BC 3-ാം നൂറ്റാണ്ടിലെ ബൗദ്ധക്ഷേത്രമടക്കം ഇന്ത്യയിൽ ഏതാണ്ട് 31,000 അമുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളാണ് നിലനിൽക്കുന്നത്. ടോട്ടൽ കേസ് എന്ന് പറയുന്നത് 40,951 കേസുകളാണ്. ആ കേസുകളിൽ ഏതാണ്ട് 31,000 കേസ് ആ മുസ്ലിങ്ങളുമായിട്ടാണ്. അതിനകത്ത് ഏതാണ്ട് 17,000 കേസ് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്. 9,942 കേസേ ഉള്ളൂ മുസ്ലിം ഭൂമിയുമായി ബന്ധപ്പെട്ടത്. എന്ന് പറഞ്ഞാൽ മുസ്ലിം ഭാരതത്തിൽ എത്തുന്നതിന് മുമ്പുണ്ടായിരുന്ന ക്ഷേത്രം പോലും വഖഫായി, യൂസർ ബൈ വഖഫ് എന്ന രീതിയിലേക്ക് കൊണ്ടുവന്ന് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. ആർക്കും എന്തും ചെയ്യാവുന്നതാ. സേനാപതി വേണു നല്ലൊരു മനുഷ്യനാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കാതെ സംസാരിക്കുക. നിങ്ങളുടെ കോൺഗ്രസ്സുകാർ പറയുന്നൊന്നും വിശ്വസിക്കരുത്. നിയമം ഒന്ന് പഠിച്ച് കാര്യം നോക്കിക്കഴിഞ്ഞാൽ സേനാപതി വേണു BJP പറയുന്നതിനോടൊപ്പം നിൽക്കും.